നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേക്കുള്ള തൃക്കേട്ട നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ്. 1200 ആണ്ട് ചിങ്ങമാസം ആരംഭിക്കുന്നത് 2024 ഓഗസ്റ്റ് പകുതിയോടെയാണ്. തൃക്കേട്ട നക്ഷത്രത്തിന്റെ ചിങ്ങമാസത്തിലേക്ക് വരുമ്പോൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതായിട്ട് കാണാം. പുണ്യക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാൻ ഇടവരും. ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ നിങ്ങൾക്ക് മികച്ച വിജയമുണ്ടാവുന്നുണ്ട്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയൊരു സമയമാണ്. വരുമാനം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. 1, 7, 10, 11, 12, 15, 18, 21, 23 തീയതികൾ വളരെ ശുഭകരമാണ്. ഈ തീയതികൾ പറഞ്ഞിരിക്കുന്ന മലയാളം കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ്. കന്നിമാസത്തിലേക്ക് എത്തുമ്പോൾ കഠിനാധ്വാനത്തിലൂടെ നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയിൽ നിങ്ങൾ എത്തുന്നതായി കാണുന്നുണ്ട്. സ്വപ്രയത്നത്താൽ നിങ്ങളുടെ പ്രവർത്തന മേഖലയൊക്കെ വളരെ വൻ വിജയത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ്. കന്നിമാസത്തിൽ നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ നിങ്ങൾ പാകുന്നതായിട്ടാണ് കാണുന്നത്. സാങ്കേതിക വിദ്യയിലൊക്കെ പ്രാവീണ്യമുള്ളവർക്ക് വിദേശത്ത് ജോലി ശരിയാകുന്ന ഒരു സമയമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ കന്നിമാസം വളരെ അനുകൂലമായ ഒരു സമയമാണ്. കന്നിമാസം 15 മുതൽ 20 തീയതി വരെ പണമിടപാടുകൾ നടത്തുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. 1, 2, 3, 11, 13, 21, 23, 25 തീയതികൾ വളരെ ശ്രേഷ്ഠമാണ്. തുലാമാസത്തിലേക്ക് എത്തുമ്പോൾ പൊതുപ്രവർത്തകർക്ക് ജനസ്വാധീനമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങളൊക്കെ ഒരുപാട് ലഭിക്കുന്ന ഒരു സമയമാണ്. വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടായാൽ കൂടുതൽ അംഗീകാരം ലഭിക്കുന്നതാണ്. യാത്രയിലൊക്കെ മേന്മ ഉണ്ടാകുന്ന സമയമാണ്. 3, 7, 8, 9, 11, 13, 15, 18, 19, 21, 23, 25, 26 തീയതികൾ വളരെ ശ്രേഷ്ഠമാണ്. വൃശ്ചിക മാസത്തിലേക്ക് വരുമ്പോൾ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനക്കയറ്റം ഉണ്ടാവുന്നതാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ്. ഇന്റർവ്യൂകളിലൊക്കെ പാസ്സാവുന്നതായിട്ട് കാണുന്നുണ്ട്. പഠന സംബന്ധമായിട്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നടക്കുന്ന ഒരു സമയമാണ്. രാഷ്ട്രീയക്കാർക്ക് അധികാര ലബ്ധിയൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. കുടുംബത്തിലെ സുഖവും സമൃദ്ധിയും ഒക്കെ കളിയാടും. മംഗളകർമ്മങ്ങൾക്കായിട്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഒത്തുചേരുന്നതായിട്ട് കാണുന്നുണ്ട്. കോൺട്രാക്ട് സംബന്ധമായിട്ട് കിട്ടാതെ കിടന്നിരുന്ന പണമൊക്കെ കിട്ടാൻ ഇടയുണ്ട്. കേസുകളൊക്കെ ഉണ്ടായിരുന്നത് ഒത്തുതീർപ്പായ വിജയത്തിലേക്ക് എത്തുന്നതാണ്. 2, 4, 5, 6, 17, 18, 19, 21, 23, 27 തീയതികൾ വളരെ ഗുണകരമാണ്. ധനുമാസത്തിലേക്ക് എത്തുമ്പോഴും ജോലിയിൽ ഉന്നതിയാണ് കാണുന്നത്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവരുടെ ശ്രമം പൂർണ്ണതയിൽ എത്തുന്നതാണ്. തൊഴിൽശാലകളിലൊക്കെ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ തൊഴിൽ സ്ഥിരപ്പെടുന്ന ഒരു സമയമാണ്. സ്വർണം, വെള്ളി എന്നീ ലോഹങ്ങളുമായി ബന്ധപ്പെട്ട് പണി ചെയ്യുന്നവർക്കൊക്കെ വരുമാനം കൂടുന്ന ഒരു സമയമാണ്. ധനുമാസത്തില് മാസാവസാനം ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. 10, 11, 12, 14, 16, 17, 18 തീയതികൾ വളരെ ഗുണകരമാണ്. മകരമാസത്തിലേക്ക് വരുമ്പോൾ ആരോഗ്യം അത്ര തൃപ്തികരമല്ല. ആരോഗ്യകാര്യത്തിലൊന്ന് ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. ഭവനത്തിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. യാത്രകളിലൊക്കെ ക്ലേശം അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. യാത്രകളൊക്കെ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം ഉണ്ടാവുന്ന ഒരു സമയമാണ്. കിട്ടാതെ കിടന്നിരുന്ന പണമൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മകരമാസം അവസാനമാവുമ്പോഴേക്കും നക്ഷത്രക്കാർക്ക് വളരെ ഉന്നതിയാണ് കാണുന്നത്. സ്വയം തൊഴിലൊക്കെ ഏർപ്പെടുന്നവർക്ക്, ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉന്നതി കാണുന്നുണ്ട്. 15, 17, 19, 21, 22, 25 തീയതികൾ വളരെ ശുഭകരമാണ്. കുംഭമാസത്തിലേക്ക് എത്തുമ്പോൾ ബിസിനസ്സിലൊക്കെ ഒരുപാട് പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനമൊക്കെ തിരിച്ചു ലഭിക്കുന്നതാണ്. പ്ലാനിങ്ങുകളൊക്കെ അതേപോലെ നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂട്ടുകച്ചവടത്തിൽ നിന്നൊക്കെ പിന്മാറി സ്വന്തമായി ബിസിനസ് ആരംഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തൊഴിൽശാലകളിൽ ചെറിയ ചെറിയ തൊഴിലാളി പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ സമയം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ചെറിയ മക്കളുടെ ആരോഗ്യസ്ഥിതി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കുംഭമാസം ഒരു 20 തീയതിക്ക് ശേഷം അവർക്ക് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 4, 5, 6, 11, 15, 16, 21 തീയതികൾ വളരെ ശ്രേഷ്ഠമാണ്. മീനമാസത്തില് ജോലിയിൽ മാറ്റം സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് വളരെ നല്ല ഒരു മാറ്റമാണ്. ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരൊക്കെ ആയിട്ട് അടുത്ത് ഇടപഴകേണ്ടി വരുന്നൊരു സമയമാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളൊക്കെ നടക്കും. വാഹന സംബന്ധമായിട്ട് ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. കൂട്ടുകച്ചവടമൊക്കെ നടത്തുന്നവര് എഗ്രിമെന്റ് മുഖാന്തരം വേർപിരിയുന്ന ഒരു സന്ദർഭം കൂടി ഉണ്ടാവുന്നുണ്ട് മീനമാസത്തിൽ. 3, 5, 6, 8, 11, 13, 15, 17 തീയതികൾ വളരെ ശുഭകരമാണ്. മേടമാസത്തിലേക്ക് വരുമ്പോൾ ദേശാന്തര യാത്രകൾക്ക് നിങ്ങൾ
ശ്രമിക്കുന്നുണ്ട്. അകന്നു കഴിഞ്ഞ ദമ്പതികളൊക്കെ സ്വരച്ചേർച്ചയിലെത്തുന്ന ഒരു സമയമാണ്. അയൽക്കാരുമൊക്കെ ആയിട്ടുണ്ടായിരുന്ന ശത്രുതയൊക്കെ വെടിഞ്ഞ് സൗഹൃദത്തിൽ ആവുന്നതാണ്. ഗവൺമെന്റ് ജോലിക്കാർക്ക് പ്രമോഷനോടുകൂടിയ ഒരു സ്ഥലമാറ്റം പ്രതീക്ഷിക്കാം. മേടമാസത്തില് സന്താനഭാഗ്യം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഗൃഹപ്രവേശ ഭവനത്തില് മംഗള കർമ്മമൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. രക്തസമ്മർദ്ദം, പ്രമേഹം എന്നീ രോഗങ്ങളുള്ളവര് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 6, 7, 8, 13, 15, 18, 21, 23 തീയതികൾ വളരെ ശ്രേഷ്ഠമാണ്. ഇടവമാസത്തിലേക്ക് എത്തുമ്പോൾ പുതിയ തൊഴിലിലൊക്കെ ഗുണമുണ്ടാവുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ ഒക്കെ അഭിവൃദ്ധിപ്പെടുന്നുണ്ട്. ഗവൺമെന്റ് തടഞ്ഞു വെച്ച ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ലോണുകളും ക്രെഡിറ്റുകളും ഒക്കെ ലഭിക്കുന്നുണ്ട്. ഉപരിപഠനത്തിനൊക്കെ സാധിക്കുന്നതാണ്. 5, 6, 7, 11, 12, 15, 18 തീയതികൾ വളരെ ശ്രേഷ്ഠമാണ്. മിഥുനമാസത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ബന്ധങ്ങളൊക്കെ സഫലമാകുന്ന ഒരു സമയമാണ്. അത് വിവാഹത്തിലൊക്കെ കലാശിക്കുന്ന ഒരു സമയമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ്. കൃഷിയിലൊക്കെ മേന്മ കാണുന്ന ഒരു മാസമാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. മിഥുനമാസത്തിൽ എടുത്തു പറയേണ്ട 2 കാര്യങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയവും കാണുന്നത് 1, 2, 3, 12, 13, 15, 25, 26 തീയതികൾ വളരെ മേന്മയേറിയതാണ്. കർക്കിടക മാസത്തിലേക്ക് എത്തുമ്പോൾ അന്യദേശത്തുള്ളവരൊക്കെ സ്വദേശത്ത് വന്ന് അവിടെ സ്ഥിരതാമസം ആക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളർത്തു മൃഗങ്ങളിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കർക്കിടക മാസത്തില്. കർക്കിടക മാസത്തിന്റെ പകുതിയോടെ ധനയോഗം കാണുന്നുണ്ട്. ലോട്ടറി അതുപോലുള്ള സമ്മാന പദ്ധതികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ധനം വരുന്നതായിട്ട് കാണുന്നുണ്ട്. കർക്കിടക മാസത്തില് ഗൃഹത്തില് തസ്കര ശല്യം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കടം കൊടുത്ത സംഖ്യയൊക്കെ പലിശ സഹിതം തിരിച്ചു കിട്ടുന്ന ഒരു സമയമാണ് കർക്കിടക മാസം. തൃക്കേട്ട നക്ഷത്രത്തിനെ സംബന്ധിച്ച് എല്ലാം കൊണ്ടും വളരെ നല്ലൊരു വർഷമാണ് 1200 ആണ്ട്. എങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളത് മാറിക്കിട്ടുവാനായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ നല്ലതാണ്. തൃക്കേട്ട നക്ഷത്രത്തിന് അശ്വതി നക്ഷത്രം വേദമാണ്. ഇത്രയുമാണ് 1200 ആണ്ട് തൃക്കേട്ട നക്ഷത്രത്തിന്റെ ഫലങ്ങള്. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.